പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് മൾട്ടി കൾച്ചർ മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവൽ 2023 സമ്മാനാർഹമായ വീഡിയോ ആൽബമാണ്. ഈ വീഡിയോക്ക് ഒന്നാം സമ്മാനം കിട്ടിയ മനു കേരളീയനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ ഹോണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് ജയ്സൺ വുഡ് MP. പ്ലീസ് കം. Namaskaram. Manu Caroline, a proud community member, a talented artist. Thank you so much for this kind invitation. Thank you. Please. അടുത്തതായിട്ട് സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനു കേരളീയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. മനസ്സ് നിറഞ്ഞ തുളുമ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത് എന്നറിയണില്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ കലാസൃഷ്ടിയും നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇനിയും ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അടുത്തത് ഒരു പരീക്ഷണ നാടകമാണ്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും നാടകം ഇതുവരെ വിട്ടില്ലേ? പിന്നെ സിനിമ, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഈ ഒരു സ്നേഹവും പ്രാർത്ഥനയുമാണ് എൻ്റെ ശക്തി. നന്ദി, നമസ്കാരം. Namaskaram. മനുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഗുഡ് മോർണിംഗ് സാർ. അൽബക്കാടിയോടെ ഓഫീസിലുണ്ട് സാർ. എന്ത് വേഷം അത്? കോട്ടാണ് സാർ. കോട്ടോ? ആ, ഓണമൊക്കെ ആയതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് കുറച്ച് ഭംഗിയായിട്ടൊക്കെ നിൽക്കാൻ നേരിട്ട്. മുണ്ടെവിടെ? കേരളീയ വസ്ത്രം ഓഫീസിൽ നിർബന്ധമാണ്. നമസ്കാരം. നമസ്കാരം ബക്കാടി. അജാസ് എത്തിയോ? അജാസ് എത്തിയില്ല. പരിപ്പുവട കൺസൈൻമെന്റ് പോയോ? പോയി. പഴംപൊരി പോയി. പുട്ടുപൊടി പോയില്ല. പോയില്ല. ഇരിക്കും. നമസ്കാരം ബോയ്. എന്താ അത്? ഓ, ഈ വേഷം ഇതിനെന്താ പോയപ്പോ? 1-ാം തീയതി ഇതാണോ വേഷം? 1-ാം തീയോ? ഇന്ന് 19 മലയാള മാസം 1-ാം തീയതി. ഓ, എന്താ ലേറ്റ് ആയേ? വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് കുടുങ്ങി. എനിക്കറിയാം ഇവിടുത്തെ കാര്യോ. അജാസെ സമയത്തിനെത്താൻ പറ്റുന്നില്ലെങ്കിൽ അജാസിന് ലീവ് എടുക്കാം. പുട്ടുപൊടി കൺസൈൻമെന്റ് ബ്രിസ്ബെയിനിലേക്ക് അയച്ചോ? അയ്യോ, അത് അയച്ചില്ലേ? അതിപ്പോ അയക്കാം, ഇപ്പൊ അയക്കാം. പിരിച്ചുവിട്ട് നാട്ടിലേക്ക് അയക്കില്ല. അജാസേ, നമുക്ക് നമ്മുടെ ടീമിനോട് ട്രീറ്റ് കൊടുക്കണ്ടാ? പിന്നെ വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ ഒരു പിസ്കനാന്ന് ചെറിയൊരു പൊതുസംസാരം ഉണ്ട്. പിന്നെ ആ പാട്ടുണ്ടാക്കാൻ ഞാനടക്കം ഒരുപാട് ആൾക്കാരെ കഠിനാധ്വാനുണ്ട്. ഇന്ന് രാത്രി ഉണ്ടാക്കിയാലോ? ഇന്ന് വേണ്ട. എന്താ? എനിക്കിന്ന് നേരത്തെ കിടന്നുറങ്ങണോ? എന്താ? എടോ, എനിക്ക് നേരത്തെ ഓഫീസിൽ പോണോ? എന്താ? ഇന്റെ മോയാളി ഒരു തെണ്ടിയാ. എന്നാ പിന്നെ നാളെ രാത്രി ആക്കാം. പുതിയ സ്റ്റാഫിനെ എടുക്കണ്ടേ? കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയൊരു പയ്യൻ കയറിയത്? എന്താണ് അവന്റെ പേര്? സന്ദീപോ? സന്ദീപ്. എടാ, ഇങ്ങനെ കുറെ ആൾക്കാരെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഉൽപാദനം കൂട്ടണം. ഈ മുതലാളിയല്ല, എനിക്കെന്തും പറയാലോ. ക്രിയാത്മകമായി ചിന്തിക്കണം, വ്യത്യസ്തമായി ചിന്തിക്കണം. അതുപോലെ അത് പച്ചാപ്പിളല്ലേ, ഫ്രഷ് അല്ലേ?
അതന്നെ ഫ്രഷ് സാധനം. ഇതുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ കേരളീയ ബ്രാൻഡിൽ വിറ്റൊഴിക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എങ്ങനെ ഇവിടുത്തെ ആകുക? അതതിന്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാലോ. ഓ, ചക്കയാകുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ചക്ക വരട്ടി, ചക്ക വറുത്തത് തുടങ്ങിയ സാധനങ്ങളും ചെയ്യാം. നമുക്ക് കേരളീയനിൽ ചെയ്യാം. പിന്നല്ല. പക്ഷെ എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യരുത്. ഇവിടെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് വിചാരിച്ച എന്താ എടാ അബൂട്ടി നാട്ടിൽ പോകുന്നില്ലേ? അപ്പൊ ഉമ്മാക്ക് ഒരു മൊബൈൽ കൊടുത്തേച്ചാലോ? മൊബൈൽ എന്റെ ഉണ്ട്, പുതിയതുണ്ട്. ഉണ്ടാ? പാക്കറ്റ് പൊട്ടിക്കാൻ ഞാൻ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങണേ? അല്ല, പൈസ വേണ്ടി വരും. അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും തരൂല. എടാ മനു, എന്തിനാണ് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ലാത്ത ഈ വാട്ടാ പൈസ ഇല്ലാതെ ആ ല്ലേ? വേവാ. ഹേയ്, ആരാ ഇത്? നിങ്ങൾ എന്ത് അജാസേ, പണിയാണ് കാണിച്ചേ? പോയാ എടാ ആരെന്നെ തള്ളിയേ? ആ പെണ്ണടോ. പെണ്ണോ? എന്തിനാ തള്ളിയേ? ഞാനാ ചോദിച്ചേനെ. ഓളിനോട് കുറെ ചൂടായി. നമ്മളെന്തോ തെറ്റ് ചെയ്ത മാതിരി. അതിന് ഓസ്ട്രേലിയക്കാരിയാ? അല്ല, കേരളക്കാരിയാ. ഏതാ മോഡല്? മോഡലാ? ആ, മോഡലോ? ഫോണിന്റെ. മോളെ 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 കുഴപ്പമില്ല. ഒന്ന് നാവിന്റെ അടിയിൽ വെക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ശരി. എന്തെന്നെ അറിയിക്കാന്? എന്നാലൊരു വാക്കെന്നെ അറിയിക്കായിരുന്നല്ലേ? ഗോപിയേട്ടൻ പറഞ്ഞിട്ടാണോ ഞാൻ അറിയാം? അതിന് ഇതിന് മാത്രം എന്തിവിടെ സംഭവിച്ചു മിയ? അച്ഛൻ അന്നത്തെ വിഷമം മാറിയിട്ടില്ല, അതാണ്. അച്ഛനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കല്ലേന്ന്. ഒരു ജീവിതകാലത്തെ സമ്പാദ്യമല്ലേ മോളെ. കുട്ടികൾ പറയുന്നതൊന്ന് കേൾക്കൂ. ഇനി അതൊക്കെ ആലോചിക്കാതിരിക്കൂ. അതെ, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ആ ഫ്ലാറ്റ് അടിച്ച നേരത്തിന് കണ്ണു അങ്ങോട്ട് മായണില്ല. ആ ഫ്ലാറ്റിൽ ഒരു ഇഷ്ടിക പോലും ഇല്ലാത്ത എനിക്ക് ഇത്ര സങ്കടം വരുന്നുണ്ട്. അപ്പൊ പിന്നെ അച്ഛനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിനി ആ നശിച്ച നാട്ടിലേക്കില്ല. ചത്താലും ഇവിടെ കുഴിച്ചിട്ടാ മതി. ഏബടെ മോളെ, ഒന്നിട്ട് മാറുന്ന മാഷേ, ഇതൊന്നുമല്ല ഇവിടെ സംഭവം. ഇവിടെ കുഴിച്ചിട്ടലും കാര്യങ്ങളൊന്നും നടക്കൂല. ഓക്കെ, ഇതിനേക്കാ ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാണ്ട്. ആദ്യം വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുക. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് അവിടെ ശങ്കില്ല ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ചില്ലായിട്ട് വരാം. ബാ, എനിക്ക് പോവാ. ഒന്നെണീക്കുന്നേ മക്കളെ, ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു. 2 ദിവസം കൂടി. 2 ഡേയ്സാ മോളെ. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും അച്ഛനെ റെഡിയാക്കി വെക്ക്. എന്തേ ഇപ്പൊ ഒന്ന് പോവോ?